ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടിയാണ് ഇന്നലെ പുലർച്ചയോടുകൂടി ഇസ്രയേലിൽ ഉണ്ടായത്. കുറച്ചു പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെതന്യാഹു ഇസ്രയേൽ വിട്ടു എന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഈ സംഘർഷം ഇനി എവിടെയാണ് അവസാനിക്കാൻ പോകുന്നത്? നെതന്യാഹു ഇസ്രായേൽ വിട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു പേടിത്തൊണ്ടൊന്നല്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഇസ്രായേൽ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് അടിക്കാനുള്ള ശേഷി ഇറാൻ എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അത് എളുപ്പമാണ് അങ്ങനെ അടിക്കണമെങ്കിൽ. അത് മറ്റേ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് കിട്ടണം. ഈ അറബ് രാജ്യങ്ങളൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മുമ്പ് ഇവർ ഈ ഡ്രോണുകൾ അയച്ച സമയത്ത് ഡ്രോണുകൾ തകർക്കാൻ ഇവരെ ഇസ്രായേലിനെ സഹായിച്ചത് ജോർദാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളാണ്. സൗദി അറേബ്യ അവരെ പല ഘട്ടങ്ങളും സഹായിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു യുദ്ധത്തിൽ എന്ന് വെച്ചാൽ ടെക്നിക്കൽ അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് വെച്ചാൽ അത് ഇസ്രായേലിനാണ്. ഇസ്രായേലിൽ അത്യന്താധുനികമായ വിമാനങ്ങളും അത്യന്താധുനികമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളും അത്യന്തായ മിസൈലുകളും എല്ലാം ഉണ്ട്. അതെല്ലാം അമേരിക്കയുടെ ടെക്നോളജിയാണ്. പിന്നെ ഇവർ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉണ്ട്. ഇന്ത്യയായിട്ട് പിന്നെ ഉള്ള ടൈപ്പിൽ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര രംഗത്ത് വളരെ കാലം 30 വർഷമായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രാജ്യമാണ്. ഉപരോധങ്ങളും എല്ലാം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള പല ആയുധങ്ങളും കാലഹരണപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ ടോങ്കാറ്റ് വിമാനങ്ങളാണ് F-14 ടോങ്കാറ്റ് വിമാനങ്ങളാണ് അവരെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. അമേരിക്കയുടെ ഗൾഫ് യുദ്ധത്തിലൊക്കെ വളരെ തന്ത്രപരമായ പങ്ക് വഹിച്ചിട്ടുള്ള വിമാനങ്ങളാണ്. അത് ലോകത്ത് ആദ്യമായിട്ട് അവർ കൊടുത്തതും ആ വിമാനം ഉണ്ടാക്കിയപ്പോൾ ഇറാനാണ്. കാരണം അന്ന് ഇറാൻ ഭരിച്ചിരുന്ന ഷാ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു അന്നുള്ള ആ ബന്ധത്തിൻ്റെ എന്തൊക്കെയോ ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ്റെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ഇറാനിൽ അവർ നടത്തിയ പ്രിസിഷൻ സ്ട്രൈക്കിൽ ഒരു ഡ്രൈവർ ഒരു സാധാരണക്കാരനെ കൊല ചെയ്യപ്പെടുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. പ്രധാന ഹനിയനെ കൊന്നല്ലോ. ഹനിയനെ കൊന്നതെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന് ആ പ്രദേശത്തൊന്നും ഒരു പ്രശ്നം പറ്റിയില്ല. കൃത്യമായ മിസൈൽ വന്നിട്ട് ആ റൂമിൽ കടന്ന് അങ്ങനെ കൊല്ലുകയായിരുന്നു. ആ റൂം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായതാണ്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലുള്ള അത് മുമ്പത്തെ ആ ബന്ധങ്ങൾ. അതാണ് ഇത്രയും സജ്ജീകരണങ്ങളും ഇത്രയും തന്ത്രങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്നലെ പുലർച്ചെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണമാണ് തിരിച്ചുണ്ടായിരിക്കുന്നത്. അല്ല, ഇറാന്റെ ഭാഗത്ത് നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോൾ ഇറാന്റെ ഭാഗത്ത് ആയുധശേഷിയുണ്ട്. അവർ അതിനുശേഷം ഉപരോധത്തിനിടയിൽ അവർ കുറേ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിസൈലുകൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്ത തലമുറ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇതിൻ്റെ പ്രോബ്ലം എത്രത്തോളം അതിൽ അവർ സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അവർ പറയുന്നത് അവർ വളരെ സക്സസ്ഫുൾ ആണ്. ലോകം അത് അംഗീകരിക്കുന്നില്ല. പിന്നെ ഇവരങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇവർ രഹസ്യമായി പലരും സഹായിക്കും. ഫോർ എക്സാമ്പിൾ ചൈന സഹായിക്കും, അതുപോലെ തന്നെ റഷ്യ സഹായിക്കും. ഇത്തരം രാജ്യങ്ങളൊക്കെ അവർക്ക് സഹായം നൽകും. എങ്കിൽ പോലും ഇസ്രായേൽ പോലെയുള്ള യാതൊരു വിരോധ സെൻസ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അത് അവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി എത്രത്തോളം അത് അവർ ഡിസ്റ്റൻസ് ഏരിയൽ ഡിസ്റ്റൻസ് തന്നെ വളരെ കൂടുതലുണ്ട്. ഇൻ ബിറ്റ്വീൻ മറ്റു രാജ്യങ്ങളുണ്ട്. അപ്പോൾ യുദ്ധം നടത്തുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അടുത്തുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും ഒറ്റപ്പെട്ട് കഴിയുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ്റെ ആകപ്പാട് സപ്പോർട്ടേഴ്സ് എന്ന ഒന്ന് റഷ്യ, വേറൊന്ന് ഇന്ത്യ, ഒന്ന് ചൈന. ഇന്ത്യയുടെ കാര്യത്തിലാണ് നമ്മൾ ഇസ്രായേലിനെ ഒരേപോലെ സുഹൃത്തുക്കളാണ്. നമുക്ക് ഒരു ഭാഗത്ത് അവർ ഓയിൽ തരുമ്പോൾ ഇവർ ആയുധം തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു അടിയും തിരിച്ചടിയും ഉണ്ടായി. ഇനി അത് യുദ്ധത്തിലേക്ക് മാറുമോ? അത് രണ്ട് രാജ്യങ്ങളും യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ? യുദ്ധം ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വേണോ? കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈയടക്കുന്നത് ഇസ്രായേലിന് താല്പര്യമില്ല. അത് ഇസ്രായേൽ അതുകൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തത്. അവിടെ ഒരു ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് ഭരണ സംവിധാനത്തെ തകർക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ഫ്രണ്ട്ലി നാഷനായിരുന്നു ഇറാൻ. അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഇറാനിലെ ജനങ്ങളോട് അമേരിക്കയ്ക്കോ ഇവർക്കൊന്നും വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവർ ഷിയ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ്. ഷിയ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പോരാടുന്നത് ഞങ്ങൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരകത്ത് ഒരു തെറ്റല്ല. പക്ഷെ അവിടെയുള്ള ഭരണകൂടം ഒരു തെറ്റാണ്. ഖൊമേനിയുടെ ഭരണകൂടം ഒരു തെറ്റാണ്. അത് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധത്തെക്കാട്ടും വലിയ അടി കിട്ടിയത് ഖൊമേനിയുടെ കയ്യിൽ നിന്നാണ്. വിയറ്റ്നാം യുദ്ധമൊക്കെ അത് ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു അവിടുത്തെ പ്രശ്നവും. പക്ഷേ ഇറാനിൽ കിട്ടിയ അടി അതിഭീകരമായ അടിയായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഭരണകൂടത്തോട് അമേരിക്കയുണ്ട്. അതേസമയം ജനങ്ങളോട് അവർക്കൊക്കെ ഒരു സ്നേഹമുണ്ട് തോന്നുന്നു. ഇതുവരെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളൊന്നും ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല. ഇസ്രായേൽ തന്ത്രപരമായ ഇൻസ്റ്റലേഷൻസിനെയാണ് അവർ ആക്രമിച്ചത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഭരണകൂടത്തെ പോകുന്ന ജനങ്ങൾ തിരിച്ച് ജനവാസ മേഖലയിലേക്കാണ് ഇന്നലെ. അല്ല, അതങ്ങനെ ആയിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജൂതന്മാരുടെ പ്രത്യേക സ്നേഹം ഉണ്ടാക്കേണ്ട ആവശ്യം ഇസ്ലാമിസ്റ്റുകൾക്കില്ലല്ലോ. അവിടെ ഭരണകൂടം ഇസ്ലാമിസ്റ്റുകളുടേതല്ലേ. അവരെ സംബന്ധിച്ച് ജൂതന്മാരുടെ അങ്ങനെ പ്രത്യേക സ്നേഹം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവർ അയച്ചത്. മാത്രമല്ല അവരെ ആദ്യം അയച്ചിരുന്നെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക. ഇത് ഇവരെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇവർ അയച്ചത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു മാത്രമല്ല അതിൻ്റെ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷിയില്ല. ഇസ്രായേലിന് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താനുള്ള ശേഷിയുണ്ട്. അവർക്ക് കാറ്റാസ്ട്രോഫിക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന
കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്ന സ്ട്രൈക്കുകൾ നടത്താനുള്ള ശേഷിയേ ഉള്ളൂ. അതുള്ള സാധനങ്ങൾ അവർ കത്തിച്ചു വിട്ടു, അത്രയേ ഉള്ളൂ. ഇനി അമേരിക്കയുടെ നിലപാട് എങ്ങനെയായിരിക്കും? ഇതൊരു യുദ്ധത്തിലേക്ക് പോകാത്ത രീതിയിൽ ഒരു ചർച്ചയുമായി ട്രംപ് അമേരിക്ക ഒരു കാരണവശാലും ഇസ്രായേലിനെ തള്ളിപ്പോകുന്ന ഘട്ടം ഉണ്ടാവില്ല. അത് ഇവരൊരു ഫ്രണ്ട്ലിയാന്നൊക്കെ തോന്നിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു പിന്തുണ ഇല്ലാതെ അവർ ആക്രമിക്കുകയില്ല. പിന്നെ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റാതെ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല, ട്രംപിന്റെ ഇന്നലെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളെ അറിയിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ അടിച്ചിട്ടില്ല. അല്ല, അത് ശരി, അങ്ങനെ അറിയിച്ചിരുന്നു, അവർക്കറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അവർക്കറിയാമായിരുന്നു, അവരറിയിച്ചിട്ടേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ പറഞ്ഞിട്ടൊരു കളിയില്ല. ഇപ്പോൾ ട്രംപ് നോക്കണമെന്ന് ചോദിച്ചാൽ ട്രംപ് അടുത്ത ദിവസം പടായി കിടക്കും, അത്രയേ ഉള്ളൂ. മനോരമയിലെ ചർമ്മകൊള്ളത്തിൽ കയറി ട്രംപ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അന്തരിച്ചു തോന്നുന്നു ഇസ്രായേലിന്റെ അടുത്ത്. അപ്പോൾ എന്തായാലും ഇനിയൊരു സമാധാനം തന്നെ പ്രതീക്ഷിക്കാം. പറയാൻ പറ്റില്ല. ഇത് ഒരു റെജീം ചേഞ്ചാണ് ഇസ്രായേലിൽ ലക്ഷ്യമിടുന്നത്. അവിടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം ഉണ്ടാകുന്നത് അതുപോലെ ഇസ്രായേലിൻ്റെ തലവേദനയാണ്. പിന്നെ ഇറാനിയൻസ് മണ്ടന്മാരൊന്നല്ല, നല്ല ബുദ്ധിയുള്ളവന്മാരാണ്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം ഉണ്ടാക്കിയ ആളുകളാണ്. ഈ ആര്യൻ ട്രൈബ്സിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അല്ല, അതോടൊപ്പം തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരെ പിന്തുണയ്ക്കാൻ മറ്റ് രാജ്യങ്ങൾ വരുന്നില്ല. ആ രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എത്ര അടി കിട്ടിയാലും പിൻവാങ്ങേണ്ടി വരില്ല. അല്ല, അവർ അതുണ്ട്, പക്ഷേ സ്വന്തമായി ശേഷിയുള്ള രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യനെ എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വന്തമായി തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട്, മാനവശേഷിയുണ്ട്, അത്യാവശ്യം ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിലില്ലേ, അതവരുടെ കയ്യിലും ഉണ്ട്. പിന്നെ ഇത്രയും കാലമായിട്ട് നിരന്തരമായിട്ട് ഉപരോധത്തിന് വിധേയമായി കിടക്കുന്ന റെസൈലിയൻസ് എന്ന് പറയും, അത് അവർക്ക് കൂടുതലാണ്. അടി കിട്ടിയാലും അവർ എണീറ്റ് വരും. അല്ല, പക്ഷെ അവിടുത്തെ ജനങ്ങൾ അതിന് തയ്യാറാകുന്നില്ല എന്നല്ലേ പറഞ്ഞു. ജനങ്ങൾ രണ്ട് വിഭാഗമുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ എന്ന് വെച്ചാൽ അവർ പൊതുവെ ഈ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ് കോർ മുസ്ലിംസാണ്. നഗരങ്ങളിലുള്ളവരും മധ്യവർഗവുമാണ് ഈ പുതിയ സംവിധാനം, ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ. അവിടെ ഡെമോക്രസി ഉണ്ട്, ഇസ്ലാമിസ്റ്റ് ഡെമോക്രസിയാണ്. ഒരു ആധുനിക ജനാധിപത്യത്തെ സ്വാഗതം ചെയ്യുന്നത്. അവരാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഈ ഭരണകൂടം ഇവർ ഈ അധികാരം പിടിച്ചെടുത്ത ഈ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഖൊമേനിയുടെ വിപ്ലവം വിജയിച്ചത്. അത് ജനകീയ പ്രസ്ഥാനമായിരുന്നു. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി. ഇപ്പം ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ ഉത്തരേന്ത്യ പോയി നോക്കും, ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും ശക്ത RSS ആണ്. അതുപോലെ തന്നെ മുസ്ലിം ഇപ്പം മലപ്പുറത്ത് പോയി നോക്കൂ, അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇസ്ലാമിസം എന്നുള്ള ഐഡിയോളജി ഭയങ്കര സ്ട്രോങ് ആണ്. അത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അപകടകരമായ തലത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ഗ്രാമപ്രദേശങ്ങളിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും. അവരെപ്പോഴും മതത്തിൻ്റെ ഐഡന്റിറ്റിയോട് കൂടുതൽ അടുത്തേക്കുന്നത്. നഗരപ്രദേശങ്ങൾ കുറച്ചുകൂടി ലിബറലായി, നിന്നെയൊക്കെ പോലുള്ള ബുദ്ധിജീവികളായിരിക്കും. അപ്പോൾ എന്തായാലും ഇറാന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത്. പക്ഷേ അതാണ് ഇറാന്റെ ഏറ്റവും വലിയ തലവേദന. ഇത്തിരി ഇൻഫർമേഷൻ എങ്ങനെ പോകുന്നു, ആരെവിടെ, ആര് എന്ന പൊസിഷനിൽ, ആരാണ് ന്യൂക്ലിയസ്, അത് അവർക്ക് അറിയാം. അതിൻ്റെ അർത്ഥം ഇപ്പോഴും മൊസാദിൻ്റെ ഒരു സ്ട്രിങ് അവിടെ വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ്. ആ ചെയിൻ വളരെ സ്ട്രോങ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ റെജീം ചേഞ്ച് അല്ലാതെ ജനങ്ങളെ ഇസ്രായേൽ ആക്രമിക്കാത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.